മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥിക്കുക, ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പാപത്തിന് പരിഹാരമനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മോട് ഓരോരുത്തരോടായി അരുളിച്ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് രക്ഷകനെ ലോകത്ത് നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത അറിയിക്കുന്നത് ദൈവികമായ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിച്ചുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന പ്രത്യുത്തരം നൽകി രക്ഷകനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് ഇളയമ്മയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിക്കുന്ന ആ ഒരു പശ്ചാത്തലം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് പറയുന്ന ആ സന്തോഷകരമായ അനുഭവം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയുടെ സ്തുതിപാടൽ, ഇവയിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ഈ ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണെന്നുള്ളത് അമ്മയുടെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. കൊന്ത എന്ന പോർച്ചുഗീസ് വാക്കിന് എണ്ണം എന്നാണ് അർത്ഥം. പ്രാർത്ഥിക്കുമ്പോൾ എണ്ണി എണ്ണി പ്രാർത്ഥിക്കുവാൻ അവരെ സഹായിക്കുന്ന ഒന്ന് എന്നുള്ള നിലയിലാണ് പോർച്ചുഗീസുകാർ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് കൊന്ത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചത്. പ്രാർത്ഥനകളെ എണ്ണുന്നതിനുള്ള ഉപകരണം എന്ന അർത്ഥത്തിലാണ് കൊന്ത എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് പ്രാർത്ഥനകളുടെ ഗണം എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചു. റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് റോസറി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. റൊസാരിയം എന്നാൽ റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയ്ക്കിടയിൽ ധ്യാന വിഷയമാകുന്ന ദിവ്യരഹസ്യങ്ങളെ റോസാപുഷ്പങ്ങളായി കരുതിയത് കൊണ്ടോ, ദിവ്യരഹസ്യങ്ങളും സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി മുതലായ പ്രാർത്ഥനകളും ചേർന്ന പ്രാർത്ഥനാ സമാഹാരം റോസാപ്പൂക്കൾ നിറഞ്ഞ തോട്ടം പോലെ ഛേദോഹരമായി അനുഭവപ്പെട്ടതുകൊണ്ടോ ആകാം റോസറി എന്ന പേര് ഈ പ്രാർത്ഥനയ്ക്ക് വന്നത്. യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളായ മനുഷ്യാവതാരം, പീഡാസഹനം, മഹത്വീകരണം എന്നിവ അനുസ്മരിക്കുന്ന ആരാധനാവത്സരത്തിൻ്റെ സംഗ്രഹമാണ് ജപമാല പ്രാർത്ഥന. മാനസികവും വാചികവുമായ 2 ഘടകങ്ങളുണ്ട് ഈ പ്രാർത്ഥനയിൽ. രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും തുടർന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനും നമ്മെ സഹായിക്കുന്നു. ദിവ്യരഹസ്യങ്ങളുടെ ധ്യാനത്തിലൂടെ നമുക്ക് രക്ഷയുടെ അനുഭവമുണ്ടാകുന്നു. യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തിൽ നാം പങ്കുചേരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന, അനുതപിക്കുന്ന, ആവശ്യങ്ങൾ സമർപ്പിക്കുന്ന, നന്മയ്ക്കായി ചെയ്യുന്ന, നന്മസ്വരൂപിയായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയായി അത് മാറുകയാണല്ലോ. ദൈവേഷ്ടം നിറവേറ്റുവാനുള്ള നമ്മുടെ സന്നദ്ധത പ്രഖ്യാപിക്കുന്നു. അന്നന്ന് വേണ്ട ആഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പിശാചിനോടുള്ള ചെറുത്തുനിൽപ്പിനും വേണ്ട അനുഗ്രഹം യാചിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൃപ നിറഞ്ഞ അമ്മയെയും ദൈവകൃപയുടെ അവതാരവും അമ്മയുടെ ഉദരഫലവുമായ ഈശോയെയും സ്തുതിക്കുകയാണ്. ത്രിത്വസ്തുതിയിലൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാം സ്തുതി അർപ്പിക്കുന്നു. ദിവ്യരഹസ്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും
ഭക്തിയോടെ സ്ഫുടതയോടെ ചൊല്ലിയാൽ സുന്ദരമായ പൂത്തോട്ടം പോലെ ജപമാല പ്രാർത്ഥന ഏറെ കൃപാദായകമാകും എന്നുള്ളതിൽ സംശയമില്ല. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഇന്നത്തെ വിധത്തിലുള്ള ജപമാല പ്രാർത്ഥന. ആദ്യകാലങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ സ്തുതിയുടെ ഭാഗം, വിശ്വാസപ്രമാണം എന്നീ ജപങ്ങൾ ക്രിസ്ത്യാനികൾ ചൊല്ലിയിരുന്നു. കൂടാതെ പാപസങ്കീർത്തനങ്ങളും ഉരുവിട്ടിരുന്നു. അവ എണ്ണാൻ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം 12-ാം നൂറ്റാണ്ടിൽ സന്യാസഭവനങ്ങളിൽ ചൊല്ലിത്തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ രൂപം, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നത് ആദ്യം ഉപയോഗിച്ചത് 1427 സിയന്നായിലെ വിശുദ്ധ ബർണാഡാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്ന ഭാഗം 16-ാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർത്തതാണ്. ഇതെല്ലാം ഉൾപ്പെട്ട പൂർണ്ണരൂപം 1514 മുതൽ വിവിധ സന്യാസ സഭകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. ആദിമ ക്രിസ്ത്യാനികൾ യഹൂദരെ അനുകരിച്ച് 150 സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. കുറേ കഴിഞ്ഞ് 150 സങ്കീർത്തനങ്ങളുടെ ഭാഗത്ത് 150 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന സ്ഥാനം പിടിച്ചു. എന്നാൽ 12-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോടെ അത് 150 നന്മ നിറഞ്ഞ മറിയമേ എന്നാക്കി. അങ്ങനെയാണ് ജപമാലയിൽ തുടക്കത്തിലെ 3 ഉൾപ്പെടെ 153 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി വന്നത്. ഓരോ 10 മണികൾക്കുമിടയിലും രക്ഷാകര രഹസ്യത്വങ്ങൾ ധ്യാന വിഷയമായി ചേർത്ത് 1409 ശേഷം കർത്തൂസ്യൻ സന്യാസികളാണ് 16-ാം നൂറ്റാണ്ടോടെ ജപമാല പ്രാർത്ഥന ഇന്നത്തെ രൂപത്തിൽ പ്രചരിപ്പിച്ചത്. അതേ കാലഘട്ടത്തിൽ തന്നെ പോർച്ചുഗീസുകാർ ഈ ഭക്തികർമ്മം ഭാരതത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓരോ രഹസ്യങ്ങൾക്ക് ശേഷം ചൊല്ലാവുന്ന ഓ ഈശോയെ എന്ന പ്രാർത്ഥന 1917 ഫാത്തിമയിൽ കന്യകാമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇടയക്കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അമ്മയുടെ ഫാത്തിമയിൽ ദർശനം കൊടുത്തതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓ ഈശോയെ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും നരകാഗ്നിയിൽ നിന്ന് വിടുവിച്ച് മോക്ഷഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 100 വർഷങ്ങളായി എന്ന് പറയുമ്പോൾ എല്ലാ ആത്മാക്കളുടെയും വിശുദ്ധീകരണമാണ് അതിലൂടെ പ്രതീക്ഷിക്കുന്നത്. സന്തോഷ, ദുഃഖ, മഹിമ രഹസ്യങ്ങൾ കൂടാതെ പ്രകാശത്തിൻ്റെ രഹസ്യം കൂട്ടിച്ചേർത്തത് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജപമാല പ്രാർത്ഥന ഒരിക്കലും സങ്കീർത്തന ആലാപത്തിനോ യാമപ്രാർത്ഥനയ്ക്കോ പകരമല്ല. എങ്കിലും അത് അതിൽ തന്നെ വളരെ വിശിഷ്ടമായ പ്രാർത്ഥനയാണെന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ്. അജ്ഞനും വിജ്ഞനും ഒരുപോലെ ഹൃദയസ്ഥമാക്കാവുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയിലുള്ളത്. കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒരുമിച്ച് ചൊല്ലാവുന്ന പ്രാർത്ഥന. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനും വർദ്ധിച്ചു വരുന്ന ദൈവവിളിക്കും കാരണം ജപമാല പ്രാർത്ഥനയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം ഒരുമിച്ച് പ്രാർത്ഥിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, സംസാരിക്കാതെ കുടുംബങ്ങളുടെ ശിഥിലീകരണത്തിന് വഴിയൊരുക്കുന്നു എന്ന് കാണുമ്പോൾ ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തിയും ശക്തിയും ശക്തമായി പ്രഘോഷിച്ചത് 13-ാം നൂറ്റാണ്ടിൽ
വിശുദ്ധ ഡൊമിനിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പ്രചരിപ്പിച്ചത്? മനിക്കേയരുടെ പിൻഗാമികളായ ആൽബിജൻസി പാഷണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ തൻ്റെ പ്രസംഗങ്ങളെക്കാൾ ഭേദം ജപമാല പ്രാർത്ഥനയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്ക് വിശ്വസിച്ചു. ഗ്രിഗോറിയോസ് മാർപ്പാപ്പയാണ് 13-ാം നൂറ്റാണ്ടിൽ വിജയമാതാവിൻ്റെ തിരുനാളിന് ജപമാല തിരുനാളായി നാമകരണം ചെയ്തത്. 13-ാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാലയുടെ മാസമായി പ്രഖ്യാപിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പ്രസ്താവിച്ചു: നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സുനഹദോസ് വിലമതിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭയെക്കുറിച്ച് പറയുന്ന ആ പരാമർശത്തിൽ 67-ാമത്തെ ഖണ്ഡികയിലാണ്, തിരുസഭയെക്കുറിച്ചുള്ള ഡിക്രിയുടെ 67-ാമത്തെ ഖണ്ഡികയിലാണെന്ന് നാം കാണുന്നത്. മരിയൻ വണക്കം എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. മരിയാലിസ് കൾത്തൂസ് 1974 അദ്ദേഹം പറയുകയാണ്: ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർക്ക് ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്ന് ലൂയി മോൺഫോർട്ടിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്. ക്രിസ്തു രഹസ്യവും രക്ഷാകര രഹസ്യവും മരിയൻ ശാസ്ത്രവും ഒന്നിച്ചതാണ് ജപമാല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ രഹസ്യം എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ രഹസ്യം ക്രൈസ്റ്റ് ഹസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, അവിടുന്ന് വീണ്ടും വരും. അവിടുത്തെ രക്ഷാകര രഹസ്യം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം, ആരും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷ പ്രാപിക്കണം. പരിശുദ്ധ അമ്മയുടെ ശാസ്ത്രമെന്ന് പറയുന്നത് രക്ഷാകര സംഭവങ്ങളെ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തോട് സഹകരിച്ച ഒരു വ്യക്തി, കൃപയാൽ നിറയപ്പെട്ടവൾ, തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയുടെ നിറകുടമായി ജീവിച്ചവൾ, അതിനുവേണ്ടി വേദനയുടെ വാളാൽ ഹൃദയം പിളർന്നവൾ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്തിന് നൽകുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചവൾ, കുരിശിൻ ചുവട്ടിൽ സഹകാർമ്മികയായി നിന്നവൾ, മകൻ്റെ മൃതശരീരം അടിയിൽ കിടത്തിയപ്പോൾ വേദനയുടെ വാളാൽ ഹൃദയം പിളർന്ന സാഹചര്യത്തിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയവൾ, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ടവൾ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടവൾ ആരെന്ന് നോക്കുമ്പോൾ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജവാക്യമിൻ്റെയും അന്നയുടെയും മകളായ മറിയമാണ് ഈ ഔന്നത്യത്തിൽ നിൽക്കുന്നത് എന്ന് കാണുവാൻ നമുക്ക് കഴിയും. അമ്മയോടൊപ്പം ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന അമ്മയോടൊപ്പം രക്ഷാകരമായ ഒരു ജീവിതത്തിൽ നാമും പങ്കാളികളായി അമ്മയോടുകൂടി മഹത്വത്തിലായിരിക്കുക, അതിനുവേണ്ടി അനുഗ്രഹം പ്രാർത്ഥിക്കുക നമ്മുടെ കടമയാണ്. അതാണ് നാം ജപമാല പ്രാർത്ഥനയിലൂടെ നിർവഹിക്കുന്നത്. വേദപുസ്തകത്തിലെ വിവിധ സന്ദർഭങ്ങളും വചനങ്ങളും ചേർത്ത് മനോഹരമായി തീർത്ത ഒരു മാലയാണ് ജപമാല. അപ്പോൾ അത് വചനാധിഷ്ഠിതമാണ്. അത് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് എങ്ങനെ പരിശുദ്ധ അമ്മ ജീവിച്ചുവോ അതുപോലെ ഒരു ജീവിതം നയിച്ച് ദൈവത്തിന് സ്വീകാര്യമായ ഒരു പുഷ്പമായി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വചനങ്ങളിൽ മറിയത്തിൻ്റെ മാഗ്നിഫിക്കാത്ത് എന്ന പ്രശസ്തമായ സ്തോത്രഗീതം ഇതിലുണ്ട്. മിശിഹാ കർത്താവും അവൻ്റെ മുന്നോടിയും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. ദൈവം തൻ്റെ വാഗ്ദാനം ഈശോ മിശിഹായിൽ പൂർത്തിയാക്കിയതിൻ്റെ ആനന്ദം കൊണ്ട് യോഹന്നാൻ തുള്ളിച്ചാടുന്ന ഒരനുഭവം. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഈ ആനന്ദം. സ്ത്രീകളിൽ അനുഗ്രഹീതയെന്നും കർത്താവിൻ്റെ അമ്മയെന്നും
മറിയാമിനെ പുകഴ്ത്തുന്നു. മറിയത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണം അവളുടെ ഉദരഫലമാണെന്ന് മാലാഖ എടുത്തു പറയുന്നുണ്ട്. ദൈവം യേശുവിൽ പൂർത്തിയാക്കുന്ന രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിക്കുവാൻ ദൈവം മറിയാമിനെ വിളിച്ചു. വിശ്വാസികളുടെ മാതൃകയായി എലിസബത്ത് മറിയത്തെ പ്രശംസിക്കുകയാണ്. യേശുവിനെ ഗർഭം ധരിക്കുവാൻ കരുണ പ്രവർത്തിച്ച ദൈവത്തെ പുകഴ്ത്തുകയാണ് അവൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ദൈവം ചെയ്തിട്ടുള്ള വാഗ്ദാനം യേശുവിൽ പൂർത്തിയാക്കുന്നതിൽ മറിയത്തെ ദൈവം ഉപകരണമാക്കുന്നു. തലമുറകളിലൂടെ എളിയവരുടെയും ദരിദ്രരുടെയും പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ മറിയം സ്തുതിക്കുകയാണ്. അമ്മയോടൊപ്പം യേശുവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കി തീർക്കുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അമ്മയുടെ ജീവിതം പോലെ തമ്പുരാൻ്റെ പദ്ധതി ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെ കാരുണ്യത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കുക, ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുക. പരിശുദ്ധ അമ്മ ഈ ജപമാലയുടെ പ്രത്യേകമായ ഭക്തി നാം അനുഷ്ഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതം നിരന്തരമായ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാൻ, അത് ജപമാലയിലൂടെ സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹത്വീകരണത്തിനുമായ അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ, സംതൃപ്തി നമുക്ക് ഈ ജപമാലയിലൂടെ ആസ്വദിക്കുവാൻ കഴിയും. ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാൻ, തമ്പുരാനിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കുവാൻ അവർക്കേറെ അത് സഹായകമാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം രക്ഷാകര സംഭവങ്ങളിൽ നാമും പങ്കാളികളാകുവാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായകമാണ് ഈ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിൽ മംഗളവാർത്ത അറിയിക്കുന്ന ആ ഒരവസരം ദൈവം മനുഷ്യൻ്റെ അനുവാദം ചോദിക്കുവാൻ മാലാഖയെ അയക്കുകയാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. ദൈവികമായ പദ്ധതിയാണെന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതൻ പറയുമ്പോൾ അതിന് പരിപൂർണമായി വിധേയപ്പെടുന്ന ഒരമ്മയെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുന്ന ഒരമ്മയാണ് നാം അവിടെ കാണുന്നത്. ഈ അമ്മയെപ്പോലെ തമ്പുരാൻ്റെ പദ്ധതി എന്താണ് എന്ന് ഓരോ ദിവസവും ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ധന്യമായ ഒരു ജീവിതമാണ് ആ വ്യക്തിക്കുള്ളത്. രക്ഷകനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ ചെല്ലുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ അംഗീകരിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാണ് നാമും നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മയെ എനിക്ക് നൽകുവാൻ ഇത്രത്തോളം ഔദാര്യം കാണിച്ച ദൈവത്തിൻ്റെ ആ കരുണ, ഈ ഭാഗ്യം എനിക്ക് ലഭിക്കുവാൻ ഉള്ള കാരണം എന്താണ്? പരിശുദ്ധ അമ്മ തിടുക്കത്തോടു കൂടിയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അവളുടെ ആവശ്യമറിഞ്ഞ് ഔദാര്യത്തോടെ പ്രവർത്തിക്കുന്ന അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളറിഞ്ഞ് ഔദാര്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. രക്ഷകന് ജന്മം നൽകുന്ന സാഹചര്യം, വീടുകളില്ല, വഴി അമ്പലമില്ല, രക്ഷകൻ ഊഴിയിൽ വന്നു പിറക്കാനിടമില്ല. കാലിത്തൊഴുത്തിൽ ജന്മം നൽകുമ്പോഴും ആത്മസംതൃപ്തിയോടെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുന്ന ഒരമ്മ ആ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കാണിക്കാതെ രക്ഷകൻ്റെ കുഞ്ഞല്ലേ, രക്ഷകൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരമ്മയല്ല, ദൈവത്തിൻ്റെ കുഞ്ഞിനെ അല്ല.
ദൈവം എനിക്ക് നൽകിയ ദാനത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ കടമയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഈജിപ്തിലേക്ക് പോവുകയും അവിടെ നിന്നും അവനെ നസ്രസിൽ കൂട്ടിക്കൊണ്ടുവന്ന് നസ്രായനെ വളർത്തുന്ന സാഹചര്യം, ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ശിമോൻ പറഞ്ഞ പ്രവചനം ഒക്കെ അമ്മയുടെ ജീവിതത്തിൽ അന്വർത്ഥമായി എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ശുശ്രൂഷയുടെ മേഖലകളിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ നാം നേരിടണമെന്നുള്ള ശക്തി നമുക്ക് നൽകുകയാണ്. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുതമ്പുരാൻ്റെ പരസ്യ ജീവിതത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് പുതിയ ചൈതന്യത്തോടുകൂടി ആത്മാവിൻ്റെ നിറവിലൂടെ വരുമ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പരമപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തിൽ നടന്നത്. അപ്പോൾ യേശുവിനെ ജ്ഞാനസ്നാനത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കുവാൻ ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവളെൻ്റെ പ്രിയപുത്രിയാണ്, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പരമപിതാവ് സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാകണം. വീണ്ടും നാം പരസ്യജീവിതത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വരുമ്പോൾ ആദ്യമായി ചെയ്ത അത്ഭുതത്തെയാണ് കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് കാനായിലെ കുടുംബത്തിൻ്റെ കുറവ് മനസ്സിലാക്കി നിറവുള്ളവനോട് ആവശ്യപ്പെട്ട് കുറവുകൾ പരിഹരിക്കുന്നത്. നിറവുള്ളവൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കുറവുകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരുടെ കുറവുകൾ പരിഹരിക്കുവാൻ നാം നടത്തുന്ന പരിശ്രമമാണ് ഏറെ ദൈവത്തിന് പ്രീതികരമായത് എന്ന് മനസ്സിലാക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുമെന്നുള്ള സന്ദേശവുമായി കടന്നു വരുന്ന യേശു തമ്പുരാൻ്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ്. സ്നേഹത്തിൻ്റെ രാജ്യം, കരുണയുടെ രാജ്യം, ഔദാര്യത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുകയാണ്. വീണ്ടും അവിടുന്ന് പരസ്യജീവിതത്തിൽ താബോർ മലയിൽ മറുരൂപപ്പെടുന്ന സാഹചര്യത്തിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതായും മേഘത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കുവിൻ. പരമപിതാവിൻ്റെ സാക്ഷ്യം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന മാലാഖമാരോടൊപ്പം മോശയും പ്രവാചകന്മാരുമൊക്കെ നിൽക്കുന്ന ഒരു സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതായി നാം കാണുകയാണ്. വീണ്ടും വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ സ്നേഹ സാന്നിധ്യം മനുഷ്യർക്ക് സംരഭ്യമാക്കി കൊടുക്കുകയാണ്. ദിവ്യകാരുണ്യം അവിടുന്ന് സ്ഥാപിക്കുകയാണ്. ഈ രഹസ്യങ്ങളെയൊക്കെയാണ് പ്രകാശത്തിലൂടെ നാം ധ്യാനിച്ചുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവൻ്റെ മുഖം ദർശിച്ചവർ ലജ്ജിച്ചില്ല എന്ന് പറയുവാൻ കഴിയുന്നത്. വീണ്ടും നാം ദുഃഖകരമായ രഹസ്യങ്ങളിലേക്ക് വരുമ്പോൾ ഗദസമേൻ തോട്ടത്തിൽ രക്തം വീർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം നടക്കുവാൻ പോകുന്ന സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന യേശു തമ്പുരാൻ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നു, മുൾക്കിരീടം ധരിപ്പിക്കപ്പെടുന്നു, പരിഹാസരാജാവായി നിർത്തപ്പെടുന്നു. കുരിശും ചുമന്നുകൊണ്ട് ഗോഗൽത്താ മലയിലേക്ക് പോകുന്നു. ഗോഗൽത്താ മലയിൽ ബലിയർപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു ആ ദൗത്യം പൂർത്തിയാക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. പരമപിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി, സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാനെ സഹോദരനായി നൽകിക്കൊണ്ട് അവിടുന്ന് കാണിക്കുന്ന സാക്ഷ്യമാണ് നമ്മുടെ കാണുന്നത്. ദുഃഖവെള്ളിയാഴ്ചയോടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സമൂഹത്തിന് മരണത്തെ അതിജീവിച്ചുകൊണ്ട് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ്റെ മഹത്വകരമായ പ്രവർത്തനങ്ങൾ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, ഓടിപ്പോയവരെ ഒന്നിച്ചു കൂട്ടുന്നു, നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുന്നു, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളോട് എന്നും ഇരിക്കുന്നതിന് നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവൻ പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നതിൻ്റെ 10-ാം ദിവസം അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്യുന്നു. തുടങ്ങിവെച്ച രക്ഷയുടെ അനുഭവം അന്നും ഇന്നും എന്നും മനുഷ്യ സമൂഹത്തിന് സംരഭ്യമാക്കി കൊടുക്കുക നമ്മുടെ കടമയാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയതിന് ശേഷം പരിശുദ്ധ അമ്മയെ, കൃപയാൽ നിറയപ്പെട്ടവളെ, ദൈവികമായ പദ്ധതിയോട് സഹകരിച്ചവളെ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സ്വർഗീയ അനുഭവത്തിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും രാജ്ഞിയായും എടുത്തിരിപ്പിക്കപ്പെടുകയാണ്. അമ്മയോട് കാണിച്ച ഔദാര്യമല്ല,
അമ്മയുടെ ജീവിതത്തിൽ നൽകിയ സമ്മാനമാണ്, അംഗീകാരമാണ് അത് എന്ന് കാണുമ്പോൾ ഈ രക്ഷാകരമായ രഹസ്യങ്ങളെയൊക്കെ അമ്മയോടൊപ്പം ധ്യാനിച്ച് നിത്യസൗഭാഗ്യത്തിൽ ആയിരിക്കുവാനുള്ള വലിയ ഒരനുഗ്രഹമാണ് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ധ്യാനാത്മകമായ ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ജപമാല പ്രാർത്ഥന ഏറെ സഹായമാകട്ടെ.